ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ 2026 എന്ന ഈ ഒരു വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ആദ്യമായിട്ട് PSC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം ഒരു ഗവൺമെന്റ് ജോലിയിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന വാശിയോടുകൂടി തന്നെ തുടക്കം മുതലേ ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ട്. എങ്ങനെയാണ് ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം, അല്ലെങ്കിൽ ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മുഴുവനായിട്ട് കാണുക. ഇനി ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരല്ല, കുറച്ചധികം നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, എന്നാൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് കേട്ട് ഇതെല്ലാമാണോ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾ ചെയ്യുന്നത് എന്നും ഒന്ന് ഉറപ്പുവരുത്തുക. ആദ്യം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഈ വരാൻ പോകുന്ന വർഷം 10th പ്രിലിംസ് ആയാലും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസ് ആയാലും ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. ഇപ്പോൾ ടൈപ്പിസ്റ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ടൈപ്പിസ്റ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ്, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു വർഷം എക്സാംസ് എഴുതുന്നുണ്ട് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സിലബസാണ്. ഇനി PSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം യൂണിഫോം പോസ്റ്റുകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെ സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നു, അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിനാണെന്നുണ്ടെങ്കിൽ പ്രിലിംസും മെയിൻസും, അതിനകത്ത് മെയിൻസിൻ്റെ എക്സാം പാറ്റേൺ ഡിഫറെൻ്റ് ആണ്. അങ്ങനെ പല കാറ്റഗറീസിലാണ് എക്സാം കിടക്കുന്നത്. ഈ എക്സാമിനൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴും കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ടുള്ള സിലബസിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. നിങ്ങൾ ഈ വർഷം തയ്യാറെടുക്കാൻ പോകുന്ന പരീക്ഷകളുടെ സിലബസിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതിനാദ്യം ചെയ്യേണ്ടത് ആ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ്. ഈ സിലബസ് എടുത്തു വെച്ച് നമ്മളൊരു പ്രിൻ്റ് ഔട്ട് എടുത്തു വെച്ച് നമുക്കിത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് കുറേ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 60-70% ഭാഗങ്ങൾ എല്ലാ എക്സാംസിനും സെയിം ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിഗ്രി പ്രിലിംസിലായാലും അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് എക്സാംസിലായാലും ഒക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതേപോലെ മലയാളം ഉണ്ട്, മാത്സ് ഉണ്ട്. എല്ലാ എക്സാംസിനും ഈ ടോപ്പിക്സ് വരുന്ന ഒരു ഭാഗമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മൾ എപ്പോഴും പറയും MEM ആയിരിക്കണം നമ്മുടെ പഠന സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന്. എന്താണ് MEM എന്ന് പറയുന്നത്? MEM എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് PSC പരീക്ഷയ്ക്ക് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും പാലിക്കേണ്ട ഒരു കാര്യമാണ് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. നമ്മളുടെ ഡെയിലി പഠനത്തിൽ നമ്മൾ ഈ 3 സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്യണം. എന്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പോയിന്റ്, ഇത് ഒരുപാട് മാറ്റങ്ങളില്ലാത്ത ഭാഗമാണ്. ഇപ്പം GK ആയാലും കറണ്ട് അഫയേഴ്സ് ആയാലും നമുക്കറിയാം ഒരുപാട് അപ്ഡേഷൻസ് വരുന്നൊരു ഭാഗമാണ്. MEMൽ ഒരുപാട് അപ്ഡേഷൻസ് അല്ല വരുന്നത്. ക്വസ്റ്റ്യൻ പാറ്റേണിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നാലും ഓൾ ദ മോർ ഇത് സെയിം ആണ്. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 50 മാർക്കാണ് ഈ MEM കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷിന് 20 മാർക്ക്, മലയാളത്തിന് 10 മാർക്ക്, മാത്സിന് 20 മാർക്ക്, 50 മാർക്കാണ് അവിടെ ഈ 3 വിഷയങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പഠിക്കുന്നവരായാലും നിങ്ങൾ ആദ്യം എടുക്കേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇംഗ്ലീഷും മലയാളവും മാത്സും നിങ്ങളുടെ പഠനത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. മാത്സ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ പഠിക്കുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. ഇനിയുള്ള ഒരു പരീക്ഷ വരാനായിട്ട്, ഇപ്പോൾ നമുക്കറിയാം എക്സാം കലണ്ടർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രിലിംസും 10th പ്രിലിംസ് ആയിക്കോട്ടെ, നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഒക്കെ ആയിക്കോട്ടെ, ഏപ്രിലിന് ശേഷമാണ് ഡേറ്റ്സ് വരുന്നത്. കൃത്യമായിട്ട് ഇപ്പം മുതൽ നിങ്ങൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും ബുദ്ധിമുട്ടുള്ള മാത്സ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണോ അത് ഉൾപ്പെടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചു പോകാനുള്ള ഒരു സമയം അവിടെ ഉണ്ട്. അപ്പം ഇപ്പോൾ നമ്മളുടെ പഠനത്തിൽ മാക്സിമം എല്ലാ വിഷയങ്ങളും, അതായത് കോമൺ ആയിട്ട് വരുന്ന എല്ലാ വിഷയങ്ങളും, ഇപ്പോൾ ഹിസ്റ്ററി ആയിക്കോട്ടെ, ജോഗ്രഫി ആയിക്കോട്ടെ, ഇപ്പോൾ എക്കണോമിക്സ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം, അവിടെ കറണ്ട് അഫയേഴ്സ് മാറി മാറി വരുന്നതാണ്. സോ അതിൻ്റെ പുറകെ പോകണം ഞാൻ ഒരിക്കലും പറയില്ല. എന്നാലും നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട കേരളവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ടാവും, സയൻസുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുണ്ടാവും, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, ഇവയെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണം. അപ്പോൾ അതാണ് നമ്മളുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത്. ആദ്യത്തെ ടിപ്പ് എന്തായിരുന്നു? നമുക്ക് കൃത്യമായിട്ട് എന്ത് വേണം? ഒരു ടൈം ടേബിൾ വേണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നമ്മൾ എടുത്ത് വെക്കണം. ഈ ടൈം ടേബിൾസിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതിനെ ബേസ് ചെയ്ത് നമ്മളുടെ പഠനത്തിൽ എല്ലാ ദിവസവും MEM ഇൻക്ലൂഡ് ചെയ്യണം. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു കളക്ഷൻ വേണം. സോഫ്റ്റ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കുന്നവരുണ്ട്, ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കുന്നവരുണ്ട്. ഞങ്ങൾ എപ്പോഴും പറയുക ഹാർഡ് കോപ്പി ആയിട്ട് എടുത്ത് വെക്കാൻ തന്നെയാണ്. അതല്ല നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പിയാണ് കൺവീനിയൻസ് എങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എപ്പോൾ മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം PSCയുടെ എക്സാം പാറ്റേൺ മാറിയത് 2020-2021 ശേഷമാണ്. അപ്പോൾ അന്ന് മുതലുള്ള ഒരു 4 വർഷത്തെ PSC എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് ഭാഗത്തിന് പ്രയോറിറ്റി കൊടുത്ത് തന്നെ പഠിക്കണം എന്നുള്ളത്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു കളക്ഷൻ ഒന്നുകിൽ ഹാർഡ് കോപ്പി ആയിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടതാണ്.
അപ്പോൾ ഇതാണ് നമ്മളുടെ മൂന്നാമത്തെ ടിപ്പ്. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു സ്റ്റഡി ടൈം ടേബിൾ നമുക്ക് നിർബന്ധമായിട്ടും വേണം. ഈ സ്റ്റഡി ടൈം ടേബിൾ ഞങ്ങളിവിടെ കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മളൊരു ടൈം ടേബിൾ തരും. അതായത് ഒരാഴ്ചയിൽ നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ പഠിക്കേണ്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവർക്കൊരു ടൈം ടേബിൾ കൊടുക്കും. ആ ടൈം ടേബിളിന് അനുസൃതമായിട്ട് അവർക്കൊരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്തായിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നത്, എൻ്റെ കൺവീനിയൻറ്റ് ടൈം ആയിരിക്കില്ല നിങ്ങൾക്ക്, അല്ലേ? അപ്പം എന്താണോ നമ്മളുടെ സമയം, അത് ചിലർക്ക് രാവിലെ പഠിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർ ജോലിക്ക് പോകുന്നവരുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ജീവിത രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. സോ എന്ത് തന്നെയാണെന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഈ ടൈം ടേബിളിനെ ഉൾപ്പെടുത്താം. അതിൽ നിങ്ങൾ ഉറപ്പായിട്ടും പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു കാര്യം പഠനത്തിന് മാത്രമായിരിക്കരുത്, റിവിഷനും കൂടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടൈം ടേബിളിൽ MEMന് പ്രാധാന്യം കൊടുക്കണം, പഠനത്തിന് സമയം കൊടുക്കണം, റിവിഷന് സമയം കൊടുക്കണം. എല്ലാം ചോദ്യങ്ങളിലൂടെ തന്നെ നിങ്ങൾ പഠിച്ച് പോകാൻ ശ്രമിക്കുക. വെറുതെ കുറേ തിയറി പഠിച്ചതുകൊണ്ടും അല്ലെങ്കിൽ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടോ ഒന്നുമല്ല. ഒരു ചോദ്യം വരുമ്പം അതിനെ എങ്ങനെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അനലിറ്റിക്കലി അതിനെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പം നാലാമത്തെ നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? ടൈം ടേബിൾ പ്രിപ്പറേഷനാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പം നിങ്ങളുടെ പഠനത്തിൽ ഉറപ്പായിട്ടും ഒരു ബാക്ക് ഔട്ട് പോയിന്റ് ഉണ്ടാവും. അതായത് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഏത് ജോലിയും പഠിച്ചുകൊണ്ടിരിക്കലും മാത്രമല്ല, എന്തിലായാലും നമുക്കൊരു പോയിന്റിൽ നമുക്കൊന്ന് നിർത്താൻ തോന്നും, അല്ലെങ്കിൽ നമുക്കൊന്ന് മതിയാക്കി ഒരു ബ്രേക്ക് എടുക്കാൻ തോന്നും. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതെല്ലാവരുടെ ലൈഫിലും ഉള്ളതാണ്. ഓക്കെ, ബാക്ക് ഔട്ട് പോയിന്റ് തോന്നാത്ത ആരും തന്നെ ഇല്ല. നമുക്ക് നിർത്താൻ തോന്നുന്ന ഒരു പോയിന്റ് എല്ലാവർക്കും വരും, സ്വാഭാവികമാണ്. നിർത്താൻ തോന്നുന്നുണ്ട് എങ്കിൽ കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക്, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്കിൽ പോലും ഒരു ഫിക്സഡ് ടൈമിലേക്ക് ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചുവിടാവുന്നതാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ പഠനത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഈ പോയിന്റിൽ കുട്ടികൾ എന്താ പറയുക, വരുത്തുന്നൊരു കോമൺ മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പോൾ ടൈം ടേബിൾ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലേ, Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ Day 1 അവർ പഠിച്ചു, Day 2 അവർക്ക് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം വെച്ച് അവർക്കത് പഠനം നിർത്തേണ്ടി വന്നു. അപ്പോൾ അവർ Day 3 തുടങ്ങുമ്പോൾ അവർ Day 2 പോർഷൻസ് നല്ല പ്രാധാന്യം കൊടുക്കണ്ടേ. കഴിഞ്ഞ ഭാഗത്തെ പോർഷനെ കളയൂ, അത് വിട്ട് കളയൂ. പഴയതിൻ്റെ മുകളിൽ നിങ്ങൾ പിടിച്ചു നിൽക്കാതെ ഇന്ന് നിങ്ങൾ എന്താണോ ആക്ച്വലി നിങ്ങളുടെ ടൈം ടേബിൾ പ്രകാരം പഠിക്കേണ്ടത് അതിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പഴയതിലേക്ക് പോകാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ ബാക്ക് ഔട്ട് പോയിന്റ് എല്ലാവർക്കും ഷുവർ ഷോർട്ടായിട്ട് വരുന്നൊരു കാര്യമാണ്. അതങ്ങനെ തന്നെ വരും എന്ന് ഉറപ്പിച്ച് തന്നെ മുന്നോട്ട് പോവാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നവരാണ് അല്ലെ, കുറച്ച് നാളായിട്ട് പഠിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മളിലേക്ക് എത്തും. ഇപ്പോൾ പുറത്തേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയാൽ മതി. എന്താണ് കുട്ടികൾ PSCക്ക് പഠിച്ചിട്ടൊരു കാര്യമില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടില്ല, ഇതെല്ലാം ഇൻഫ്ലുവൻസിൻ്റെ മുകളിലാണ്, നിങ്ങൾക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ മാത്രം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റിന് വരും. പക്ഷെ അതൊന്നുമല്ല കാര്യം. 2024 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്ന സംസ്ഥാനം കേരളമാണ്. 35,000-ലധികം ഉദ്യോഗാർത്ഥികൾക്കാണ് PSCയിലൂടെ ജോലി ലഭിച്ചത് അല്ലേ. അതൊരു ചെറിയ കണക്കാന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. സോ നല്ലൊരു ഭാവി നമുക്ക് ഈ ഒരു വർഷം PSCയിലൂടെ തന്നെ പ്രതീക്ഷിക്കാം. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ ഒരുപാട് ഒബ്ജെക്ഷൻസ് വരാം, നെഗറ്റീവ്സ് വരാം. പക്ഷെ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആൻഡ് ലാസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടിപ്പ് എന്ന് പറയുന്നത്, ഇന്നത്തെ PSC പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് റാങ്ക് ഫയലിനേക്കാൾ ഉപരി SCERT പാഠപുസ്തകമാണ് അല്ലേ. SCERT പാഠപുസ്തകത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതിലുള്ള ഓരോ കാര്യങ്ങൾക്കും ഒരുപാട് വാല്യൂ ഉണ്ട്. സോ നിങ്ങളുടെ സിലബസ് അനുസരിച്ച് ഏതൊക്കെ SCERT പാഠപുസ്തകങ്ങൾ, ഇപ്പം ഗാന്ധിയൻ എറ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം SCERT പാഠപുസ്തകങ്ങൾ പഠിക്കണം, 5ാം ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ, 6ാം ക്ലാസ്സിൽ ഏത് ചാപ്റ്റർ, ഇങ്ങനൊരു കണക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെയല്ല എങ്കിൽ അത്യാവശ്യം PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് സംസാരിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് കിട്ടും. എപ്പോഴും PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് അല്ലെങ്കിൽ ആ മെൻറ്റർ ഗ്രൂപ്പിനോട് എപ്പോഴും ഒരു ടച്ചിലിരിക്കാൻ ശ്രമിക്കുക. ഒറ്റയ്ക്ക് ഒരു പ്രസ്ഥാനമായിട്ട് നമുക്ക് ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു സത്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇതിൽ പഠിപ്പിച്ചവർ ഇവരുമായിട്ട് എപ്പോഴും നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരിക്കണം. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയുണ്ട് അല്ലേ. നമ്മളെ ഒരുപാട് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇതെല്ലാം പഠനത്തിന് അനുകൂലമായ രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിലാണ് നമ്മുടെ വിജയം കിടക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ഗ്രൂപ്പ്, നല്ല ഗ്രൂപ്പ് കേട്ടോ, അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നല്ലൊരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ വരണം. കമ്പൈൻ സ്റ്റഡി എല്ലാവർക്കും പറ്റണമെന്നില്ല, പലപ്പോഴും അത് ഫ്ലോപ്പ് ആവുന്ന ഒരുപാട് റീസൺസ് ഉണ്ട്. നിങ്ങളുടെ ടൈം ടേബിൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാം. ഇനി അവിടെയും നിങ്ങൾക്ക് സംശയങ്ങൾ വരാം.
സ്വാഭാവികമായിട്ടും അല്ലേ. SCERT പാഠപുസ്തകങ്ങളുടെ മാത്സും എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് സംശയങ്ങൾ വരാം. ഈ സംശയങ്ങൾ വച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം ഇതിൻ്റെ ഉത്തരം ആസ് പെർ ദ റാങ്ക് ഫയൽ ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A അല്ല എനിക്ക് വന്നത്, B ആണ് വന്നത്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അത് വിട്ടുകളയുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെയല്ല, ചിലപ്പോൾ തെറ്റായിരിക്കാം അല്ലേ. സോ ഡെഫിനറ്റ്ലി എന്തുകൊണ്ടാണ് ഓപ്ഷൻ A ഉത്തരം വന്നത്, എന്തുകൊണ്ട് B അല്ല, C അല്ല, D അല്ല എന്നിങ്ങനെ അനലിറ്റിക്കലായിട്ട് ചിന്തിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന ഓരോ ഭാഗങ്ങളും പെരിഫറൽ സ്റ്റഡി ആവരുത്. നല്ല ഡെപ്തിൽ തന്നെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കണം. ഏപ്രിലോട് കൂടി ഏകദേശം ഏത് മാസത്തിൽ നമ്മുടെ പരീക്ഷ വരും, അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഏത് പരീക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ മുന്നിൽ ഇനി ഫെബ്രുവരി മാർച്ച് കൊണ്ട് ഈ ഫെബ്രുവരി മാർച്ച് അല്ലെങ്കിൽ ജനുവരി ഇനിയുള്ള സമയങ്ങൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുൻപായിട്ട് കോമൺ ആയിട്ടുള്ള ഭാഗങ്ങളും SCERT പാഠപുസ്തകങ്ങളും പഠിച്ചു തീർക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ കൃത്യമായിട്ട് ഈ 6 ടിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുന്ന വർഷം തന്നെ PSC സ്വപ്നത്തിലേക്ക് തന്നെ എത്താൻ പറ്റും അല്ലേ. ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരുപാട് പേരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത്. അത് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നവരും കൂടി ആയിരിക്കണം. കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സമയം തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും ആദ്യമായി പഠിക്കാൻ ഇരിക്കുന്ന കുട്ടികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒറ്റയ്ക്കുള്ളൊരു പഠനം അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നമ്മൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല. എപ്പോഴും PSCയുടെ ചോദ്യ പാറ്റേണുകൾ മാറി വരുന്നുണ്ട്. എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കൈകളിലേക്ക് കിട്ടണം എന്ന് നിങ്ങൾ ഒരിക്കലും വാശി പിടിക്കരുത്. സോ ഇതിലെല്ലാത്തിനും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം എടുക്കേണ്ടി വന്നാൽ എടുക്കുക തന്നെ ചെയ്യണം. സഹായം ചോദിക്കുക അല്ലെങ്കിൽ സപ്പോർട്ട് എടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കുറവല്ല, അതൊരു ബുദ്ധിയുടെ ലക്ഷണമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ ആ ഒരു ഐഡിയ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ച്, എല്ലാ PSC പരീക്ഷകൾക്കുമുള്ള പുതിയ ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ബാച്ചസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസ്, ലൈവ് ക്ലാസ്സസ്, മോട്ടിവേഷൻ സെഷൻസ്, മോക്ക് എക്സാംസ്, മോഡൽ എക്സാംസ്, അങ്ങനെ എല്ലാം നിങ്ങളുടെ വീടുകളിലെ കംഫർട്ട് സോണിലിരുന്ന് നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്താ പറയുക അവസരങ്ങൾ തന്നെയാണ് നമ്മളിവിടെ ഉള്ളത്. CC ലേണിംഗ് ആപ്പിലൂടെ ഞങ്ങൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ റിപ്പബ്ലിക് ഡേ ഓഫർ അവൈലബിൾ ആണ്. 31-ാം തീയതി വരെ മാത്രമാണ് കേട്ടോ ഈ ഓഫർ ഉള്ളത്. സോ ഏതൊരു സ്ഥാപനത്തിലൂടെ നിങ്ങൾ പഠിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് റാങ്ക് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് റാങ്ക് തന്നെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് എന്ന് പറയുന്നത്. സോ CCയുടെ പുതിയ ബാച്ചിനെ കുറിച്ച് അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക. വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, CC ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക് യു.